ഗുഡ് മോർണിംഗ്. എന്തുറക്ക ഇത്? കുരുത്തം കിട്ടവനായിരിക്കും. എടാ വിനു, എന്താ ഇത്? ഡാഡിയുടെ മുഖത്താ കളിക്കുന്നേ? എടാ കളിക്കരുത് കേട്ടാ. ഞാനോട് വരും. നിക്കടാ അവിടെ ഓസത്തെ. എന്താ ഇത്? ഞാൻ പഠിക്കുന്നുണ്ടല്ലോ, ഒന്ന് പോയിക്കേ. എന്താ ചേച്ചി ഇത്? നിനക്ക് എന്താ വേണ്ടത്? ഞാൻ പഠിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞില്ലേ? പോയേ. അമ്പടി, ഇതാണോ എന്റെ പഠിത്തം? വിനു വേണ്ട, ഞാൻ പറഞ്ഞില്ല. എന്നതാടാ ഇത്? ചേച്ചിയാ ഡാഡി. ഇവൻ എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല ഡാഡി. കണ്ടോ ഡാഡി, ഇതാ പഠിത്തം. പോയിരുന്നു പറയടാ. ഡാഡി. ഇതാര്? എന്റെ മറിയോ? ഗുഡ് മോർണിംഗ് ഡാഡി. മോളിങ് വന്നേ വാ. ഡാഡിക്കൊരു ഉമ്മതായോ? ഓ സോറി 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 സോറി. എന്റെ ചക്കര കുട്ടമ്മയ്ക്ക് എന്തു വേണം? ഡാഡി. മുള്ളിക്കാം. ഈ സാറാവ് അവിടെ എന്തെടുക്ക? ഞാൻ എന്റെ കുട്ടിച്ചനൊരു കോഫി എടുക്കായിരുന്നേ. അത് ഞാൻ എടുത്തു തരില്ലേ? ആയമേ, പിള്ളേർക്കുള്ള ടിഫിൻ റെഡിയായോ? ഇത് വേവണം. വെൻ റെഡി ഐ ടെൽ യു. ഓക്കേ ഓക്കേ. ആ സാറാമേ, ഓയിൽ വാങ്ങണം. അയ്യോ, ഇവിടെ ഒരുപാട് കുപ്പികൾ ഇരിപ്പുണ്ടല്ലോ, അത് തീർന്നിട്ട് വാങ്ങിപ്പോരെ? എന്തിനു തീരാൻ കാത്തിരിക്കണേ? വാങ്ങിക്കൂടെ? എനിക്ക് ഓയിൽ സ്റ്റോക്ക് വേണം, നിർബന്ധം. കോഫി. എന്താണോ രാവിലെ ഒരു ചിരി? മിണ്ടാതെ ഡാഡി. എന്റെ കുട്ടിച്ച, ഈ ആയമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. നമ്മൾ ഇപ്പോഴും അമേരിക്കയിലാണെന്നാ അവരുടെ വിചാരം. 5-6 വർഷത്തെ ഹാങ് ഓവർ ഇല്ലേടി, നീ അങ്ങ് ക്ഷമിച്ചേളാ. ഡാഡി, യു നോർമൽ. താങ്ക് യു. എന്താ മോളെ ഇച്ചിരി പഞ്ചാര ഇട്ടതാ? വേണ്ട. ഇതിലും വേറെ കഷായം കുടിക്കുക. ഹലോ ഹലോ. അയ്യോ, രവിചേട്ടനോ? എവിടുന്നാ? മോളെ, രവിചേട്ടനാ ന്യൂയോർക്കിൽ നിന്ന്. അയ്യോ രവീന്ദ്രൻ, എനിക്ക് സ്കൂളിൽ പോണം. ബൈ. ഹലോ രവേട്ടാ. നീയോ? ഓ അളിയൻ തന്നെ. അവരെല്ലാം ഇന്നലെ വന്നിരുന്നു വിളിക്കാൻ. ഞങ്ങൾ വരും. പിന്നെ അളിയൻ വരുമ്പഴേ ഇവിടെ ഭയങ്കര തണുപ്പാ. വേണ്ട ചേട്ടാ, ഇത് ഞാൻ ഷുഗറാ. ഷുഗർ അല്ല, ഷുഗർ ആയിട്ടും കൊണ്ടുവരണമെന്നാ അവള് പറഞ്ഞത്. നോണ. ഓ അതൊക്കെ അങ്ങനെ പോന്നു. അവൻ നമ്മളെ പേര് തന്നെയാ. ഭയങ്കര ഉഴപ്പാ. അയ്യോ അളിയാതെ ഇവിടെ ചെറുക്കനെ വിളിച്ചതാ. ഇവിടെ ഓടി വരാൻ. അമേരിക്കയിൽ രവിയങ്കളാ. ഹലോ. അതെ. ആ കൊള്ളാം, നല്ല സ്കൂളാ. അയ്യോ, എനിക്ക് ഫ്രണ്ട്സ് ആരുമില്ല. ഇവിടെ എല്ലാം ഉഴപ്പന്മാരാ. എടാ നിന്നെ ഞാൻ കൊള്ളാം. എടാ കേട്ടില്ലേ നിന്റെ റാങ്ക് എത്രയാന്ന്? ഹലോ ഹലോ. എടാ റാങ്കിന്റെ കാര്യമാ ചോദിച്ചത്. റാങ്ക് റാങ്ക് ബാങ്കോ? ചേടാ തൊലിപ്പാ, റാങ്ക് RANK റാങ്ക്. ഹലോ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല അങ്കിൾ. ഒന്ന് ക്ലിയർ ആയിട്ട് പറയുന്നേ. ഹലോ. കട്ടായി. ഇവിടെ വാ, ഇങ്ങോട്ട് വാ.
ഇങ്ങോട്ട് വാടാ, നിനക്ക് കേക്കാൻ വയ്യല്ലേ? കേട്ടില്ല ഡാഡി. റാങ്ക് എന്ന് ചോദിച്ചാ ബാങ്ക്. ഇവനൊക്കെ വളർന്നു വന്നാലത്തെ അവസ്ഥ. ഇതൊക്കെ നിങ്ങൾ സമ്മതിച്ചു കൊടുത്തിട്ടാ. പോട്ടടി, പിള്ളേരല്ലേ. കൊഞ്ചിച്ച് തലേ കയറ്റിക്കോ, താഴെ ഇറക്കണ്ട. ഹായ്, വാ. റെഡിയാ? Hi, John. Hi. That's my seat. Okay. Marike. Good morning. Good morning, Maria. Okay, sweet. Thank you, Ayamma. Gloria Terati. ഒന്നും തരത്തില്ല. Gloria Terati. ചക്കപ്പഴം. ഒന്നും തരത്തില്ല. Gloria Terati. ഒന്നും തരത്തില്ല. ഇടി കൂടെ. ഗുഡ് മോർണിംഗ്. ഇതാര്? കഡ് മത്തായോ? ഓസി മത്തായി. മിസ് ഗ്ലാരിയ തെരാത്തി, ഞാനേ പച്ചവെള്ളം കഴിച്ചിട്ടില്ല. വിശന്ന് കുടൽ കരിഞ്ഞ മണം വരുന്നു. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. വന്നേ. യു വാക്ക് ജംഗ്ഷൻ. യു സീ ഹോട്ടൽ പാരഡൈസ് ഉണ്ടക്ഷരത്തിൽ സ്റ്റമക്ക് നിറയെ കഴിച്ചു വാ. മിസ് ഗ്ലാരിയ തെരാത്തി, ഞാൻ മിസ്സിന്റെ കേസ് ഇങ്ങോട്ട് വരിക. വൺ മിസ്റ്റർ ഫെർണാണ്ടസ് ജൂഡോ. താൻ കൊറേ കാലമായിടും എനിക്ക് കല്യാണം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കൈ കൊണ്ട് ഒരു തുള്ളി പച്ചവെള്ളം എനിക്ക് തരില്ല. സത്യം. തന്റെ യോശിച്ചാപ്പടം നിർത്തറോ. ചി വയറം ഇതാര്? മത്തായിയോ? വാ വാ വാ. ആയമേ, മത്തായിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഓയിലില്ല. ഓയില് വേണ്ട, ഒരു കാപ്പി മതി. കാപ്പി ഇടാൻ തേയിലില്ല. എന്നാ കാപ്പിപ്പൊടി ഇട്ട് ഒരു ചായ കൊട്. എവിടെ നിന്ന് കിട്ടി ഈ സാധനത്തിന്? മെയ്ഡ് ഇൻ ലണ്ടൻ ആയിരിക്കും അല്ലയോ? അയ്യോ, ഇവിടെ പുട്ടൊന്നുമില്ലയോ? പൂട്ടും താഴെ ഒന്നും ഇല്ലടോ. എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ശരിയാകത്തില്ല. എനിക്ക് വല്ല പുട്ടോ ഒലത്തെറിച്ചയോ മുട്ട റോസ്റ്റോ ഉണ്ടെങ്കിലേ ശരിയാകത്തുള്ളൂ. മുട്ട ഉണ്ടല്ലോ. എവിടെ? അയ്യോ, ഇത് ബുൾസൈ അല്ലയോ? എനിക്ക് ബുൾസൈ കഴിച്ചാൽ വേറെ കുഴപ്പമുണ്ട്. എന്താ? തലവേദന വരും. തനിക്ക് എന്തോ വേണം, ഞാൻ ഉണ്ടാക്കി തരാം. താന് എന്റെ ചാർലിയുടെ കാര്യം ഒന്ന് ശരിയാക്കി താ. ആഹാ, ആകുലപ്പെടാതെ ജെയിംസ് കുട്ടിയെ. ഒക്കെ വഴിക്ക് വഴിയെ വഴിയാമണ്ണം വരും. അങ്ങനെ വഴിക്ക് വന്നാ പോരാ. ഞാൻ ഗവനിക്കാത്തോണ്ടാ അവനിങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്നതെന്ന് ആളുകൾ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശരിയല്ലോ. ജെയിംസ് കുട്ടി അമേരിക്ക പോയി കിടന്നപ്പോ ആകെയുള്ളൊരു കൂടപ്പുറപ്പിനെ മറന്നു. ചാർലി അതൊരു ചാൻസും ആക്കി. ഇഷ്ടത്തിനുള്ള ജീവിതവും ചോദിക്കാനും പറയാനും വേറെ ആരുമില്ല. ഇന്നലെ കൂടി ഈ വിഷയം ആരോ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. എന്ത്? ചെറുക്കം കെട്ടുപ്രായം കഴിഞ്ഞ് പെര നടന്നു നിൽക്കുന്നു. നമസ്കാരമുണ്ടേ. അതുകൊണ്ട് തന്നെ ചില ചില്ലറ പ്രൈവറ്റ് ഇടപാട്. ഇയാളൊരു ഓർത്തില്ല. അതുകൊണ്ട് തന്നെ ചില ചില്ലറ പ്രൈവറ്റ് ഇടപാടുകൾ വെച്ച് നടത്തുന്നു എന്നാണ് ആൾക്കാർ പറയണത്. ആരൊക്കെ പറഞ്ഞത്? തന്നോട് ആരൊക്കെ പറഞ്ഞു? കോട്ടയം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാൻ കേട്ടല്ലയോ? ബസ് സ്റ്റാൻഡിൽ വെച്ച് ആര് പറഞ്ഞു? ഇനിയിപ്പോ ഇട്ടീച്ചനാണോ ഇട്ടീരയാണോ എന്നൊരു സംശയം. ഇനിയിപ്പോ കറിയാച്ചനാണോ? തന്റെ ഒരു മറ്റേ സ്കഡ് പരിപാടി മുന്നോട്ട് വന്നോണ്ടല്ലോ. അത് പോട്ടെ, അത് വിട്ടുകളാ. ബസ് സ്റ്റാൻഡിൽ വെച്ച് ആൾക്കാർ അതും ഇതും പറഞ്ഞു വിചാരിച്ചില്ല. നമുക്കതൊക്കെ മുഖവിലേക്ക് എടുക്കാൻ നോക്കൂ. നല്ല കോട സെന്റ് ജോർജ്. ഒറ്റത്തടിയായിട്ട് ജീവിക്കുമ്പോ ചില ചില്ലറ തമാശകളൊക്കെ കാണിച്ചത് വരും. ചെറുപ്പല്ലേ? അയ്യേ, ബീഡിയാണോ വലിക്കുന്നേ? കേട്ടോ ജെയിംസ് കുട്ടിയെ, ഈ ചില്ലറ പരിപാടി എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര പേടിയാ. ഇതുപോലെ ഒരിക്കൽ വേലിയിലിരുന്ന പാമ്പിന്റെ അടുത്ത് കോപം മടിയിൽ വെച്ച് കടി മേടിച്ചവനായി ഞാൻ. എല്ലാം കഴിഞ്ഞപ്പോഴാ അറിയുന്നേ ചെറുക്കൻ രണ്ടാം ഘട്ടമായിരുന്നെന്ന്. എന്തോ ചെയ്യും? ചാർലിയുടെ കാര്യത്തിൽ താൻ അങ്ങനൊന്നും പേടിക്കേണ്ടി വരത്തില്ല. അവൻ എന്റെ അന്യനായോണ്ട് പറയല്ല, പാവമാ. അവന്റെ ഹൃദയം എന്ന് പറഞ്ഞോണ്ടല്ലോ, പൂവാ, ചെമ്പരത്തിപ്പൂവ്. ചെമ്പരത്തിപ്പൂവാണെന്ന് ഉറപ്പുണ്ടേ. നല്ലൊരു കേസ് കെട്ടുണ്ട്. ചങ്ങനാശ്ശേരി മലമാക്കയിൽ ഇട്ടിയച്ചൻ, തറവാടി. പണ്ട് ഉണക്കമീൻ കച്ചവടമായിരുന്നു. ഇപ്പൊ കൂർഗിൽ കാപ്പിത്തോട്ടം, ഭാരിച്ച സ്വത്ത്, ഒരേ ഒരു മോളി. ഏതായാലും ചാർലി പെണ്ണെ ഒന്ന് കാണണ്ടേ? താൻ പോയി ദിവസം ഉറപ്പിച്ചു. അതിനു മുമ്പായി
ജെയിംസ് കുട്ടി ഒരു കാര്യം ചെയ്യേ, ചെറുക്കൻ്റെ ഒരു നല്ല കളർ ഫോട്ടോയും ഒരു 100 രൂപ ഇഞ്ഞ അതേത് വകുപ്പിലെ 100 രൂപ വഴിച്ചെലവ്. ഏ? വഴിച്ചെലവേ ആ തറവിടെ നിൽക്ക്. അതകത്തുകൊണ്ടുപോയി ഇവിടെ എങ്ങാൻ വെച്ചാൽ വല്ലവരും അടിച്ചോണ്ട് പോകും. അല്ലോ ഒരു കൊടയായിരുന്നു എന്റെ കർത്താവേ. ഭൂസ്റ്റല്ലയോ മത്തായി ചേട്ടാ, പെണ്ണു വീട്ടുകാരോട് തറവാടിന്റെ മഹത്വം പറയുമ്പോ ചെറുക്കന്റെ മഹത്വം കൂടെ പറഞ്ഞേക്കണേ. അത് വേണ്ട.